ആവശ്യമില്ല. കേരളത്തിന്റെ കർണാടകത്തിന്റെ തിരച്ചിൽ പ്രക്രിയ തുടങ്ങി. ഈ രണ്ടാവശ്യം ഒരു ഫലപ്രാപ്തി എത്തുന്നില്ല. അത് നടക്കണം എന്നാണ് നമ്മുടെ ആ ദർശനം ഇന്നും കുറേയേറെ സമയം നടക്കുന്നുണ്ട്. ചില ശ്രമങ്ങൾ നടത്തുന്നതിനുള്ള ആലോചനകളാണ് ജില്ലാ ഭരണകൂടം. ഇവിടുത്തെ എം.എൽ.എ അദ്ദേഹത്തിന് കുറെ പുതിയ നിർദ്ദേശങ്ങൾ നൽകി. The history mount and that railway bridge underpass. Railway bridge underpass height of the water is 5 meters from the zero. Now we have to check. I have already given the information to both people, particularly maximum 5 meter height. Along with the open. സംവിധാനങ്ങളോ കൂടുതൽ സജ്ജീകരണങ്ങളോ തീരുമാനിച്ചിട്ടുണ്ടോ നിലവിൽ? സാധ്യതകൾ ആരായുകയാണ്. എന്തെങ്കിലും ഒരു തീരുമാനമായിട്ടുണ്ടോ അതിൽ? തീരുമാനമില്ല. ഓരോ സാധ്യതയും നമ്മൾ ഉപയോഗപ്പെടുത്തുകയും പരിശോധിക്കുകയും അടുത്ത സാധ്യതയിലേക്ക് പോവുകയും വിജയത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഓരോ സാധ്യതയും പരിശോധിക്കുന്നത്. ഇങ്ങനെയൊരു നിർദ്ദേശമുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളത് ആ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള തിരക്കിലാണ്. അപ്പോൾ അത് ഏത് ശ്രമവും വിജയിക്കുമെന്ന പ്രത്യാശയോടുകൂടിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിൽ എം.എൽ.എ. ആണെങ്കിൽ വളരെ താല്പര്യത്തോടുകൂടി ജില്ലാ ഭരണകൂടവുമായും ഗവൺമെൻറ്റുമായും ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടാണ്. അദ്ദേഹത്തിന് ഇതിനകത്ത് കുറച്ചുകൂടി മെച്ചപ്പെട്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്യാൻ കഴിയുന്നതാണ്. ഇത്തരം കാര്യങ്ങളിൽ കേരള സംസ്ഥാന ഗവൺമെൻറ്റിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത്തരം സഹായങ്ങളെല്ലാം കേരള ഗവൺമെൻറ് തയ്യാറാണ്. ഇപ്പോൾ വാട്ടർ ലെവൽ കുറയുന്നുണ്ട്. നമ്മൾ കാണുന്നതിന് കഴിഞ്ഞ ദിവസത്തേക്കാൾ വാട്ടർ ലെവൽ കുറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഇതൊക്കെ പറഞ്ഞ് ആ സംവിധാനം കൂടി കൊണ്ടുവരുമ്പോൾ അത് കുറച്ചുകൂടി വേഗത്തിൽ ഞാനിവിടെ പറഞ്ഞത് ഇവിടെ ആലോചിക്കുന്നത് ഏത് മാർഗം ഉപയോഗിച്ചാലാണ് ഈ തിരച്ചിൽ വിജയമായി പൂർത്തിയാക്കാൻ കഴിയുകയാണ്. നിരവധി നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. ഉയർന്നു വന്ന എല്ലാ നിർദ്ദേശങ്ങളും ഒന്നും തള്ളിക്കളയാതെ അത് ഓരോന്നോരോന്നായി പരിശോധിക്കാനും പരീക്ഷിക്കാനുമാണ് കർണാടക ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷേ അതിലെ കഴിഞ്ഞ ദിവസം നൽകിയ നിർദ്ദേശങ്ങൾ, യോഗത്തിലെ തീരുമാനങ്ങളും പുതിയ സംവിധാനങ്ങൾ എത്തിക്കുന്നു. ടഗ് ബോട്ട് പറഞ്ഞു, ഫ്ലോട്ടിംഗ് സംവിധാനം പറഞ്ഞു. ഇതൊന്നും ഇവിടെ എത്തിയിട്ടില്ല. No, floating, and I told you, no, because of the barge cannot come with particularly in that span. Okay. Because of height.
Otherwise, there is no problem at all to bring. And one pontoon you can check with the he is their FOQ. You have loaded, they have to load it, but the vehicle was clean because the tonnage of that pontoon is more than 25 tons. Capacity of the truck is not more than 15 tons. We cannot appear or we cannot bring one more problem. But actually, purpose of bringing the tugboat or the factory Down, was to down. create an anchor. Before mic You down. must have seen that already we have created the anchor and we have dived inside. So that requirement is actually, the purpose of it is solved. So even if we bring the same output as what was expected, that anyway we have done yesterday. but actually, what is the issue of dredging? Dredging we had tried, but we were not able to reach. So as you can see, the entire side we have reached, and sir has also put a lot of effort to get it done. Day and night, sir has been standing here, he has got it done. It is very difficult for us to reach to the exact point where the truck might be located. Ma'am, today any move by from the Navy? No, it is not separately the Navy or Joint the operation. It is a joint operation. All of us are working here together. And today, one more point we have that is there, pending to cover. That point we will try to go in. The local fishermen will continue that deep diving. Yes, Where yes. local fishermen are not doing the deep diving, there is only expert team. Ishwar. That is Ishwar and his team, they are the expert people who will do the diving. Local fishermen are again assisting them in terms of As an anchoring. anchoring part they are doing.